എക്കോനെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു കഥയാണ് വായിക്കാൻ പോകുന്നത്. കഥയുടെ പേര് സന്ധ്യയ്ക്കു പിന്നിൽ. രചനയും അവതരണവും മാഗ്ലിൻ ജാക്സൺ. ഒരു ചെറിയ ഗ്രാമത്തിലെ ചുരുങ്ങിയ വീടുകൾക്കിടയിൽ ഒരു തപാൽ പെട്ടി മൗനം നിറഞ്ഞു. ഏകാന്തവാസം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആരും അതിൽ കത്തുകൾ ഇടാതെ പോയതുകൊണ്ടാണ് അതിൻ്റെ നിലമാറ്റം. പഴയ തിരക്കുകളും കത്തുകളുമായി തിരക്കിലായിരുന്ന പെട്ടി ഇന്ന് വെറുമൊരു അലങ്കാര വസ്തു മാത്രമായി മാറിയിരിക്കുന്നു. പക്ഷേ ഒരു ദിവസം ഗ്രാമത്തിലേക്ക് പുതിയൊരു മുഖം വന്നപ്പോൾ പെട്ടിയുടെ മൗനത്തിനൊരു ചലനമുണ്ടായി. വാസുദേവൻ എന്നയാൾ പട്ടണത്തിൽ നിന്നും ഈ ഗ്രാമത്തിലേക്ക് വന്നതാണ്. എഴുത്തുകാരനായിരുന്ന അയാൾക്ക് ഗ്രാമത്തിന്റെ നിസാരതയും മൗനവുമെല്ലാം പ്രിയപ്പെട്ടതായിരുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് അയാൾ ആ തപാൽ പെട്ടിയുടെ മുൻപിൽ നിന്നു. പെട്ടിയുടെ മുകൾ ഭാഗത്തേക്ക് മഴത്തുള്ളികൾ പെയ്തു വീഴുമ്പോൾ വാസുദേവന് പഴയ ഓർമ്മകളുടെ മണമുണ്ടായി. പോസ്റ്റ്മാൻ ഇനി വരില്ല. പെട്ടിയുടെ ഉള്ളിലെ ഒരു മൗന സങ്കല്പം. എന്തിനാണ് നീ ഇങ്ങനെ നിൽക്കുന്നത്? വാസുദേവൻ മൗനത്തിൽ ചോദിച്ചു. അതുകൊണ്ടാവണം ആ ദിവസം വാസുദേവൻ അതിലേക്കൊരു കത്ത് ഇടാൻ തീരുമാനിച്ചത്. ഇവിടുത്തെ ഒരു വഴിയാത്രികൻ മറക്കാൻ കഴിയാത്ത ചില പ്രിയ വ്യക്തികൾക്കായി എന്ന് കുറിച്ച് ആ കത്ത് അയാളുടെ ചെറുമടിയിൽ നിന്ന് തലകുനിച്ച് തപാൽ പെട്ടിയിലേക്ക് പതിച്ചു. പെട്ടിയുടെ ഉള്ളിൽ കത്ത് കണ്ടപ്പോൾ അയാൾക്ക് എന്തോ ഒരു തരം ശാന്തിയുടെ മണം അനുഭവപ്പെട്ടു. മാറ്റം വരാനിരിക്കുകയാണ്. തപാൽ പെട്ടി തന്റെ അവസ്ഥയിൽ വീണ്ടും ചലിച്ചുപോയി. ആ ഗ്രാമത്തിൽ കത്തുകൾ തിരിച്ചെത്തി തുടങ്ങിയ ദിവസം മുതലാണ് ഒരു സന്ധ്യയുടെ നിശബ്ദതയിൽ നിന്നും ഒരിടത്തോളം ഉള്ളിൽ പതിഞ്ഞു കിടന്ന മൗനം അവസാനിച്ചിരിക്കുന്നത്. വാസുദേവന്റെ കത്തുകൾ ഗ്രാമവാസികളെ തമ്മിൽ ബന്ധിപ്പിച്ചവയായിരുന്നു. അയാളുടെ എഴുത്ത് ഗ്രാമത്തിന്റെ മടിത്തട്ടിൽ നിന്നും പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചു. തപാൽ പെട്ടിയുടെ ശാന്തതയിലും നിശബ്ദതയിലും ഒരു മാറ്റം വന്നിരുന്നുവെങ്കിലും തപാൽ പെട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നു. പുതിയൊരു ജീവിതം ലഭിച്ചതിന്റെ സംതൃപ്തിയാൽ തപാൽ പെട്ടി സന്തോഷത്താൽ പുളകമണിഞ്ഞു. കൂട്ടായ്മയുടെ കഥകൾ ഒരുപോലെ തപാൽ പെട്ടിയും വാസുദേവനും ഓരോന്നായി ഗ്രാമത്തിനോട് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു സന്ധ്യയിൽ ഒരായുസ് മുഴുവൻ മൗനത്തിൽ നിന്നിരുന്ന തപാൽ പെട്ടി ജീവിതത്തിന്റെ ഗാനം പാടാൻ തുടങ്ങി. ഗ്രാമം പഴയ പടിയല്ലായിരുന്നു. വാസുദേവന്റെ കത്തുകൾ ആളുകളുടെ ഹൃദയങ്ങളിൽ പുതുമ നിറച്ചു. അത് വലിയൊരു കഥയായിരുന്നില്ല, ചെറിയ കുറിപ്പുകൾ മാത്രമേ ആയിരുന്നുള്ളൂ. പക്ഷേ അത് ഓരോന്നിനും എന്തോ പ്രത്യേകത നൽകിയിരുന്നു. പലരും തപാൽ പെട്ടിയിലേക്ക് തിരികെ കത്തുകൾ ഇടാൻ തുടങ്ങി. താളം തെറ്റിയ തപാൽ പെട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. കഥകൾക്ക് വീണ്ടും ഒരു വേദിയായി. അവസാനത്തിൽ വാസുദേവൻ താൻ എഴുതിയ ഒടുവിലത്തെ കത്ത് തപാൽ പെട്ടിയിലേക്ക് മാറ്റി. ഈ ഗ്രാമത്തിന്റെ നിശബ്ദതയ്ക്കും തപാൽ പെട്ടിയുടെ മൗനത്തിനും ഒരു ജ്വാല താങ്ങാൻ എനിക്ക് കഴിയുകയായിരുന്നില്ല. പക്ഷേ നിങ്ങൾ വീണ്ടും ജീവിച്ചു എന്ന് കുറിച്ചിരുന്ന കത്ത് വാസുദേവന്റെ പുഞ്ചിരിയിൽ ഒതുങ്ങിപ്പോയി. തപാൽ പെട്ടി വീണ്ടും പ്രാണൻ നിറഞ്ഞൊരു വസ്തുവായി മാറിയതിൽ ഉള്ള സന്തോഷം പൂർത്തിയായപ്പോൾ ഗ്രാമം ജീവിതത്തിന്റെ മടിത്തട്ടിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമന്റും ചെയ്യാനും മറക്കല്ലേ. നന്ദി.